കോട്ടയം ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മരിക്കുന്നതിന് മുമ്പ് അമ്മ ഷൈനി സുഹൃത്തിനയച്ച സന്ദേശം പുറത്തു വന്നു. പലതവണ ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തതുകൊണ്ട് മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് ഷൈനി പറയുന്നു. നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതുകൊണ്ട് അറിയാവോ? നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ ഒന്ന് വിളിച്ച് ചോദിക്കാവോ? കൂടി നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ലതും ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ. ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് വരുന്നത്. ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കുക കാണണം. എന്താ ചെയ്താന്നറിയത്തില്ല. അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഈ മരിച്ച ഷൈനി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് വ്യക്തമാകുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷൈനി അവരുടെ ഒരു സുഹൃത്തിന് ഈ മരിക്കുന്നതിനൊക്കെ ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പ് അയച്ച ഒരു ഓഡിയോ സന്ദേശമാണ്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് 2 കാരണങ്ങൾ. ഒന്ന്, അവർക്ക് ജോലി ലഭിച്ചിരുന്നില്ല. പല സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, വിദേശത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിന് കാലതാമസം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പല സ്ഥലത്തും കിട്ടാത്തതിന്റെ വിഷമം, ജോലി ലഭിക്കാത്തതിന്റെ വിഷമം അവർ പറയുകയായിരുന്നു. ഒപ്പം തന്നെ കുട്ടികളെ ഹോസ്റ്റലിലാക്കിയതിനു ശേഷം ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് പോലും അവർ ആലോചിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, അത് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ ഏറ്റുമാനൂർ കോടതിയിൽ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ കുട്ടികൾക്ക് ചിലവിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടൊരു കേസ്. അങ്ങനെ 2 കേസുകൾ ഈ കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ഈ നോബിക്ക് അയച്ചിട്ടും അത് കൈപ്പറ്റാനോ ഈ കേസിന് ഹാജരാകാനോ ഇയാൾ തയ്യാറായിരുന്നില്ല. അതാണ് അവരെ കൂടുതൽ വിഷമത്തിലേക്കാക്കിയത്. അതായത് ഈ കാര്യത്തിൽ കഴിഞ്ഞ 9 മാസമായി പിണങ്ങി കഴിയുകയായിരുന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ചിലവടക്കമുണ്ട്, ജോലിയില്ല. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ കേസിൽ ഒരു മറുപടി നൽകാൻ ഈ നോബി തയ്യാറായില്ല. കോടതിയിൽ നിന്നൊക്കെ അയച്ച നോട്ടീസുകൾ കൈപ്പറ്റിയിരുന്നില്ല. അങ്ങനെ ഈ 2 കാര്യങ്ങളും കടുത്ത സമ്മർദ്ദത്തിലേക്ക് ഇവരെ തള്ളിവിട്ടു എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെയാണ് നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവരുടെ അറസ്റ്റ്, പോലീസ് ഈ നോബിയുടെ അറസ്റ്റ് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്.